ഹലോ ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ട് ഒരു ഫേസ് പാക്കെന്നോ ഫേഷ്യലെന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഞാൻ ആഴ്ചത്തോറും എന്തെങ്കിലും സ്കിൻ കെയർ ചെയ്യാറുണ്ട് കേട്ടോ. അത് മസ്റ്റാണ്. ഞാൻ മുമ്പൊന്നും ചെയ്യില്ല. ഇപ്പോൾ ഒരു 3-4 വർഷം കൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു സ്കിൻ കെയർ ചെയ്യേണ്ട. അത് ആ ഒരു സൺഡേ നിൽക്കുന്ന ദിവസം എന്തെങ്കിലും സ്കിൻ കെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിലൊരു സ്കിൻ കെയറാണ്. എല്ലാ ആഴ്ചയും ഒരേ സ്കിൻ കെയർ അല്ല ചെയ്യുന്നത്. ഞാൻ ഓരോ ആഴ്ച ഓരോ സ്കിൻ കെയറാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഫേസ് പാക്ക് എന്ന് പറയണോ ഫേഷ്യൽ എന്ന് പറയണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ വന്നിട്ട് എല്ലാം ട്രൈ ചെയ്ത് നോക്കാറുണ്ട് പൊതുവെ. ആദ്യം നമുക്കൊരു സ്ക്രബ് ചെയ്യാം. മുഖത്തിന് സ്ക്രബ് നമുക്ക് എപ്പോഴും ഒരു 3-4 ദിവസം കൂടുമ്പോൾ മുഖം ഒന്ന് സ്ക്രബ് ചെയ്യണം, നല്ലതാണ്. അല്പം കോഫി പൗഡർ, അല്പം പഞ്ചസാര, നിങ്ങൾക്ക് റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് ഒഴിക്കാം, അല്ലെങ്കിൽ പാലുണ്ടെങ്കിൽ പാൽ ഒഴിക്കാം കേട്ടോ. ഞാൻ ഇത് രണ്ടും യൂസ് ചെയ്യാറില്ല, കാരണം എനിക്ക് മുഖത്ത് പെട്ടെന്ന് മൂക്കുരു വരാറുണ്ട്. അത് ഞാൻ വെള്ളം മാത്രം യൂസ് ചെയ്ത് നല്ലവണ്ണം മുഖത്തൊരു 5 മിനിറ്റ് 3 മിനിറ്റ് ഒന്ന് നല്ലോണം സ്ക്രബ് ചെയ്യും. നമ്മുടെ സമയം അനുസരിച്ച് പെട്ടെന്ന് ചെയ്ത് തീർക്കണം എന്നുള്ളവർക്ക് ഒരു 3 മിനിറ്റൊക്കെ നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് മുഖം വാഷ് ചെയ്യാൻ കേട്ടോ. ഈ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു പിമ്പിൾസൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്, പെട്ടെന്ന് റിമൂവ് ആവും കേട്ടോ. മുഖത്തുനിന്ന് ഈ കുഞ്ഞു മൂക്കുരുമൊക്കെ നമ്മൾ സ്ക്രബ് ചെയ്യണ സമയത്ത് നല്ലോണം പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ട്. അപ്പം ഞാൻ അതൊന്ന് ഇട്ടതിന് ശേഷം ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാൻ വേണ്ടി അല്പം കോഫിപ്പൊടിയും അല്പം വെള്ളവും കൂടെ വെള്ളമല്ല പാലും കൂടെ ചേർത്തിട്ട് ഈ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാൻ വേണ്ടി യൂസ് ചെയ്യാം കേട്ടോ. അത് നമ്മുടെ കണ്ണിന് താഴെയുള്ള സ്കിന്ന് നല്ല സോഫ്റ്റാണ്. നമ്മൾ സാധാ കവിളിലെ സ്കിന്നും ഈ കണ്ണിൻ്റെ അവിടുത്തെ താഴെയുള്ള സ്കിന്ന് രണ്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിന് സെപ്പറേറ്റ് ഞാൻ ഒരു ഇതുണ്ടാക്കി മാറ്റി വെച്ചു, ഒരു പാക്ക് ഉണ്ടാക്കി മാറ്റി വെച്ചു. മുഖത്തിടാൻ വേണ്ടി അല്പം അരിപ്പൊടി, അല്പം കടലമാവ്, അല്പം മഞ്ഞൾപ്പൊടി, അല്പം തൈരും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഈ കോഫി പൊടി മിൽക്കും കൂടെ നമ്മുടെ ഈ കണ്ണിന് ചുറ്റും ഇടുന്ന സമയത്ത് ഈ കറുപ്പില്ലേ, ഈ കറുപ്പ് നമുക്ക് നല്ല മാറും കേട്ടോ. പിന്നെ നമ്മൾ ഉറങ്ങണം, മെയിനായിട്ട് ഉറക്കമാണ്. ഈ കണ്ണിന് ചുറ്റും കറുപ്പ് വരും നമ്മൾ ഉറങ്ങാത്തതുകൊണ്ടെന്നാണ് പറയണത്. എനിക്ക് മുമ്പ് ഉറങ്ങിയില്ല, എനിക്ക് 2 ദിവസം പൊതുവേ ഉറക്കമില്ലെങ്കിൽ എനിക്ക് കണ്ണിന് ചുറ്റും കറുപ്പ് വരും. പിന്നെ ഉറങ്ങിയില്ലെങ്കിലും വരുന്ന ഒരു സംഭവമാണ് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ്. അപ്പം അങ്ങനെ പിന്നെ ഫേസ് പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇതൊരു 10-15 മിനിറ്റ് നമ്മൾ മുഖത്തൊന്ന് ഒരുപാട് ട്രൈ ആവണ്ട കേട്ടോ. ഒരു മിനിമം ട്രൈ ആവുന്ന സമയത്ത് നമുക്കിതൊന്ന് വെള്ളം വച്ച് ഒന്ന് സൺ ടാനൊക്കെ മാറാൻ ഇത് നല്ലതാണ് കേട്ടോ. ഇപ്പോൾ എന്തായാലും നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം എന്തെങ്കിലും സ്കിൻ കെയർ ചെയ്യണം. അതായത് നമ്മുടെ ഈ ഒരാഴ്ച നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ ഞാൻ പൊതുവേ പറയണത്. കാരണം നമ്മൾ എന്തായാലും വെയിലത്തൊക്കെ പോകുന്നതാണ്, രാവിലെ പോകുമ്പോൾ വെയിലൊക്കെ കാണും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ വെയിലടിക്കുമ്പോൾ നമ്മൾ പൊതുവേ നമ്മുടെ സ്കിന്ന് എത്ര സൺസ്ക്രീൻ ഇട്ടിരുന്നാലും നമ്മൾ സ്കിന്ന് ടാൻ ആവാനുള്ള ടാൻ ആവാനുള്ള ഇത് കാണും കേട്ടോ. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടി ഒരു 15 മിനിറ്റ് ഇട്ടതിന് ശേഷം വാഷ് ചെയ്തിട്ട് കണ്ടോ മുഖത്തിൻ്റെ വ്യത്യാസം കണ്ടോ. നേരത്തെ ഇരുന്നങ്ങോട്ട് മുഖത്ത് നല്ല ബ്രൈറ്റ്നെസ്, ആ ടാനൊക്കെ മാറാൻ നമുക്ക് നല്ലോണം ഉപകരിക്കും കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുഖത്ത് അല്പം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ ഇട്ടിരുന്നാലും നമ്മുടെ മുഖത്തിന് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. നമ്മളിപ്പോൾ വീട്ടിൽ നിന്നാലും രാവിലെ അല്പം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല വ്യത്യാസമുണ്ട്. ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് കുറേ നാളുകൊണ്ട് യൂസ് ചെയ്യുന്നതാണ്. നല്ല വ്യത്യാസം കാണും മുഖത്തിന് വേണ്ടി. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ബൈ.